ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ശുഭ നായർ വ്ലോഗിനെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓയിലിൻ്റെ കാര്യം ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയതാ, ഒരാൾ പറഞ്ഞു തന്നതാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ ഓയിലിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ഓയിലിനെ ഇത്രയും വലിയൊരു ഇതിലാക്കി നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഓയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും വെളുത്തു, എല്ലാവരുടെയും മുഖത്തേയും കറുത്തപാട് പോയി, എല്ലാവരും കുളവുമായി, ഭയങ്കര ഡ്രൈ ആയിട്ടിരുന്ന കഴുത്തും കൈയും ഒക്കെ നേരെയായി. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാകട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഓയിലിൻ്റെ കാര്യം പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എന്താ നിങ്ങളുടെ അടുത്ത് വന്നെന്നറിയാവോ? നമ്മുടെ ഈ കുറ്റി മുടികളില്ലേ, നമ്മൾക്കിപ്പോൾ ഈ വളർന്നു വരുന്ന ഈ ഇവിടെയുള്ള ബാക്കിലോട്ടൊന്നും എൻ്റെ കറുപ്പില്ല, എൻ്റെ വെളുത്തതില്ല, എൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മുടെ ഇത് കണ്ടോ, വളർന്നു വരുന്ന മുടി ഫുള്ള് ഇത്രയും പോഷൻ, അതായത് ചെവിയുടെ ഇവിടെ മുതൽ ഇവിടം വരെ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ ഇത്രയും ഇയർ ടു ഇയർ ഇത്രയും ഒരു പോർഷൻ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം വലിയ നരകൾ ഫുള്ള് അങ്ങോട്ട് കറക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് കുറച്ച് ദിവസത്തേക്കൊന്ന് ഡൈ തേക്കാതെ, അതായത് കെമിക്കൽ ഡൈ നമ്മുടെ തലയിലോട്ട് വാരി തേക്കാതെ നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ, തലവേദന, മുഖത്ത് ഒരുപാട് ആൾക്കാരുടെ മുഖം ഇങ്ങനെ കെമിക്കൽ ഡൈ തേച്ചിട്ട് മുഖത്ത് കറുപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ എനിക്കറിയാം. പിന്നെ അലർജി ഉണ്ടായിട്ടുള്ളവരെ അറിയാം. ഈ ബ്യൂട്ടി പാർലർ നടത്തിയ ഒരു ഇതും കൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. നമ്മുടെ കെമിക്കൽ ഡൈ തേച്ചിട്ടുള്ള ഒരു പരിണിത ഫലങ്ങളും ഒക്കെ എനിക്കറിയാം. പിന്നെ തന്നെയല്ല, നമ്മൾ ഡൈ ഇന്നൊന്ന് തേച്ച് പോയാൽ നാളത്തേന് അതിൻ്റെ ഇരട്ടി ആയിട്ട് വളരുന്നതായിട്ടും. പക്ഷെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാര്യം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങ് തോന്നാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കെമിക്കൽ ഡൈ വാരി തേച്ചിട്ട് പിന്നെയും അങ്ങ് കൂടുതൽ നരയിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിവിടെ ഞാൻ തയ്യാറാക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഹെന്ന നന്നായിട്ട് മുടിയെ ഫുള്ള് തേക്കാനാണെങ്കിൽ ഹെന്ന പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് മാത്രം വേണം കേട്ടോ എടുക്കാനായിട്ട് തലേ ദിവസം. ഇപ്പോൾ ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തൊന്നും, പിന്നെ ഒരു കൊച്ചെന്നോട് ഹെന്ന തയ്യാറാക്കുന്ന വിധം ചോദിച്ചിട്ടുണ്ട്. മോളെ അത് ഞാൻ കാണിക്കാം. അത് ഞാൻ നന്നായിട്ട് 2 ദിവസം കൊടുന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് 2 ദിവസം വേണ്ട. ഇന്ന് വൈകിട്ടോ നാളെ വൈകിട്ടോ തയ്യാറാക്കേണ്ടി വരും. വേറെ ഇങ്ങനെ എൻ്റെ ഹെന്ന ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എനിക്ക് വെക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ അത്രയും 2 മണിക്കൂർ ഇരുന്ന് ഞാൻ പറയും ഇത് കൊണ്ടുപോയിട്ട് ഞാൻ തേക്കേണ്ട വിധവും കാണിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാൻ നാളെ വൈകിട്ട് തയ്യാറാക്കും. അല്ലെ നോക്കട്ടെ, ഇന്നാണോ നാളെയാണോ തയ്യാറാക്കി അത് ഉറപ്പായിട്ടും കാണിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രൈ സീസണിലാണ് നമ്മുടെ മുടിയെ പോലും നമുക്ക് നര കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? മഴക്കാലവും വേനൽക്കാലവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ സ്കിന്നാണേലും ഹെയർ ആണേലും എല്ലാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ന് രാവിലെ ഓയിലിൻ്റെ കുറേ ഇങ്ങനെ വന്ന് വാട്സപ്പിൽ കിടപ്പുണ്ട്. ശുഭ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു നേരം യൂസ് ചെയ്താൽ മതിയോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിത് തേച്ചുകൊണ്ട് മുഖത്ത് എങ്ങനെയാണ് തേക്കേണ്ടേ എന്ന് ഇത് കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു മാസമായിട്ട് കാണുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചോ, നിങ്ങൾ ഓയിൽ വേണമെന്ന് പറയും. ഓയിൽ കൈ കിട്ടിക്കഴിയുമ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇതെങ്ങനെയാണ് തേക്കേണ്ടത്, ഇത് എപ്പോഴാണ് തേക്കേണ്ടത്, ഇത് എന്നിട്ടാണ് കഴുകിക്കളയേണ്ടത്, ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയാവോ, പിന്നെ രാത്രി ഇട്ടുകൊണ്ട് കിടക്കാവോ, ഇങ്ങനെയൊക്കെ
ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് തവണ ഞാൻ ഒന്ന് നിങ്ങൾ പുറകോട്ടൊന്ന് പോയി നോക്കിക്കേ, ഒന്ന് ശുഭ നായർ വ്ലോഗ് എടുത്തിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പുറകിലേക്കൊന്ന് പോയി നോക്കിക്കേ. നിങ്ങൾ എന്തോരം പ്രാവശ്യം ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. എനിക്ക് പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല, കാരണം എൻ്റെ ഓയിൽ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകളാണ് ഞാൻ പറഞ്ഞു തരാൻ എനിക്ക് പറഞ്ഞു തരുന്നതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല എനിക്ക്. പക്ഷേ വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ ലൈവ് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയും, ലൈവ് വരുമ്പോൾ ചോദിക്കുക. ഞാൻ ആ ഒരു സമയം നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ട് ഓയിലിൻ്റെ കാര്യം കൂടുതൽ പറയാമെന്ന് കരുതിയാണ് ആ ലൈവിൻ്റെ സമയത്ത് അത്രയും നേരം കുത്തിയിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക. ലൈവിൽ ഞാൻ എത്തും ഇനി നമുക്ക് ഒരു 8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 7:30 8 മണിയാകുമ്പോൾ നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ആ ടൈമിൽ വന്ന ഓയിലിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. നിങ്ങൾക്ക് എന്താ മടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഓയിൽ ഒരു നേരം തേച്ചാൽ മതി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ മുഖത്തെ അനുസരിച്ചിരിക്കും. നമ്മുടെ മുഖത്ത് ഒത്തിരി കരിമങ്കല്യമുണ്ട്, ഒത്തിരി മൂക്കിൻ്റെ സൈഡിലും എല്ലാം ഇങ്ങനെ കറുത്ത പാടുകളും ഡ്രൈനസ് കൂടിയും ഇപ്പോൾ ഈ ഒരു സീസണിൽ എല്ലാവരുടെയും മുഖത്തെന്ന് പറഞ്ഞാൽ ഈ ഓയിലൊന്നും തേക്കാതെ മുഖമൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവരുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും മുഖത്ത് ഒന്ന് ചുമ്മാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഒന്ന് നോക്കിക്കേ. ഈ ഒരു മൂക്കിൻ്റെ ഈ ഒരു ഭാഗം ഇവിടവും ഈ ചുണ്ടിൻ്റെ ഇവിടവും മൊത്തത്തിലൊന്ന് ഇവിടെ കൂടുതൽ ഇങ്ങനെ വരകൾ വീഴാൻ സാധ്യതയും നിങ്ങൾ വെറുതെ മുഖത്തൊന്ന് കൈ ഓടിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ നമ്മുടെ കൈയും നമുക്ക് ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇങ്ങനെ വെളുത്ത പാടുകളൊക്കെ വീഴുന്ന ഒരു ടൈമാണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ എന്നും ഇങ്ങനെ ഓയിൽ തേക്കുന്നതല്ല, ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു പരിതാപകരമായ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഓയിൽ തേച്ച് കൊടുക്കാം. ഒരുപാട് കരിമങ്കല്യവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഇത് വാങ്ങിച്ചെങ്കിൽ 2 നേരവും മസ്റ്റായിട്ടും തേച്ച് കൊടുക്കണം. മസാജ് ചെയ്യുന്ന കാര്യം ഇപ്പം കാണിക്കാം. അപ്പോൾ കുറേ ദിവസമായില്ലേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു നാളെ വരാം, നാളെ കഴിഞ്ഞ് വരാമെന്ന് വാട്സപ്പിൽ പറയുന്നുണ്ട്. പക്ഷേ ഇന്നാണ് രാവിലെ തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് കരുതി. അപ്പം ഹെന്നയുടെ ഈ ഒരു കൂട്ടും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇത് ഹെന്ന എന്ന് പറയാൻ പറ്റത്തില്ല, ഹെന്നായുണ്ട്, നീലയമരിയുണ്ട്, നെല്ലിക്ക പൗഡറുണ്ട്, പിന്നെ ഇത് കാപ്പിപ്പൊടിയും തേയിലയും കൂടെ നന്നായിട്ട് കുറുക്കിയെടുത്ത മിശ്രിതത്തിലാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഓയിൽ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു പാത്രം ഇതാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഓയിൽ ഇങ്ങനെ എന്നും നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി വെക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുന്നതില്ലേ, ലാസ്റ്റ് വരുന്ന ഇങ്ങനെ നമ്മൾ അരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് വെച്ചേക്കും. അപ്പോൾ ആ ഒരു ഇതാകട്ടോ, ഇത് നന്നായിട്ട് തേക്കുക. ഞാൻ ഇന്ന് രാവിലെ തേക്കും, ഇതിലും കുറച്ച് മുന്നേ തേക്കുന്നതാണ് ഞാൻ. ഇന്നിപ്പം കുറച്ച് പണിയൊക്കെ അടുക്കള കഴിഞ്ഞിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ വന്നത് കേട്ടോ. ഈ ഒരു ടൈം നമുക്ക് 2 3 തുള്ളി സത്യം പറഞ്ഞാൽ എനിക്ക് മതി. ഇത് കണ്ടോ, ഇപ്പോഴും എൻ്റെ മുഖത്ത് അത്ര നന്നായിട്ട് തേച്ചിട്ടും എൻ്റെ കയ്യേൽ നന്നായിട്ട് ഈ ഓയിൽ എൻ്റെ അംശമുണ്ട്. നമ്മുടെ കയ്യേൽ തേച്ച് കൊടുക്കാനും കൂടെ പരുവത്തിനുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ഡ്രൈ സീസൺ ആയതുകൊണ്ട്, വിൻ്റർ സീസൺ അറിയാമല്ലോ, നമ്മൾ എന്നും തേക്കുന്നതിലും ഒരു 2 3 തുള്ളിയും കൂടെ നിങ്ങൾ നന്നായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മുഖത്ത് തേച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ എന്നും എടുക്കുന്ന പോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഓയിൽ തേച്ചുകൊണ്ട് സ്ഥിരം ഇരിക്കുന്നവരാണേലും എൻ്റെ അടുത്ത് ഇന്നലെ ഒരു ചേച്ചി ചോദിച്ചു, ശുഭേ കുറച്ച് ഡ്രൈ ആയി വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നേ. എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് പിന്നെ എണ്ണ തേക്കുന്നുണ്ട് എന്നാലും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ഒരു ഓയിൽ ആ കയ്യിലൊക്കെ തേക്കുന്നത്, തീർന്നു പോകുന്നവർത്തുണ്ട് ഒരു തുള്ളി എടുത്ത് കയ്യെ തേക്കുന്നത്, ശുഭ അങ്ങനല്ലേ കാണിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ഇപ്പം എൻ്റെ സ്കിന്നാവത്തില്ല ചേച്ചിയുടെ സ്കിന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമുക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ ഓയിൽ എടുത്തിട്ട് അത് എന്തോരം ഉണ്ട്, നമുക്കൊന്ന് തേച്ച് മസാജ് ചെയ്യാൻ പരുവത്തിനുള്ള എടുത്താൽ മതി കേട്ടോ. ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കവളുള്ളവർ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കണം. ഈ ഒരു ഭാഗത്തായിരിക്കുമല്ലോ കൂടുതലും നിങ്ങളുടെ കരിമങ്കല്യം വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ കരിമങ്കല്യം നന്നായിട്ട് കാണുന്നവരാണ് ഇത് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ കരിമങ്കല്യം ഉള്ളിടത്ത് നല്ലപോലെ ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മുടെ ഓയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനത്തെ ഇത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കവളിൻ്റെ അവിടെ ഒന്ന് ചാടാനും ഒരു
അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖം എൻ്റെ പോലത്തെ വലിയ മുഖവും കവളൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കവളില്ലാതെ ഒട്ടിയിരിക്കുന്നവരാണെങ്കിൽ കരിമംഗല്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ റൗണ്ട് മസാജ് അവിടെ തന്നെ നമ്മുടെ ഓയിൽ കയ്യെ നന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മുടെ ഓയിലും കൊണ്ട് ആ ഒരു കരിമംഗല്യം ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കവള് ഒട്ടും ഇല്ലാത്തവരാണെ ഉള്ളം കൈ കൊണ്ടുണ്ടോ ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനത്തെ മസാജ് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഈ ഉള്ളം കൈ കൊണ്ട്. ഞാനിപ്പോൾ ഇങ്ങനത്തെ മസാജും പിന്നെ ഞാൻ ഇങ്ങനെ ഈ വിരലിൻ്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് വരുന്നത്, കറുത്തപാടുകൾ വരുന്നത്. അവിടെ നന്നായിട്ട് ഓയിലും കൊണ്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. പിന്നെ കണ്ണട വെച്ച കറുത്തപാടുകളൊക്കെ മാറാനായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈ വിരലും കൊണ്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് പോകാൻ ഒക്കെ ഇങ്ങനെ ഒരു മസാജ് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം കുറേ പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുതിയ കസ്റ്റമറാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഇപ്പം ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒരു വീഡിയോ ഇടാം, അപ്പോൾ ആ വീഡിയോ പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ മസാജ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ മോതിര വിരലും കൊണ്ട് നമ്മുടെ ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് മസാജ് നമ്മുടെ കണ്ണിന് ചുറ്റും കൊടുക്കാം കേട്ടോ. കണ്ണിന് അടി കറുപ്പുള്ളവരുടെ കണ്ണിൻ്റെ പോളെ കറുപ്പുള്ളവർക്കൊക്കെ ഈ ഒരു ഇങ്ങനെ ഒരു പിന്നെ ഒരുപാട് കണ്ണിനടിയിലിട്ട് ഇങ്ങനെ കയറിപ്പോകല്ലെന്ന് മാത്രമേ ഉള്ളൂ. കണ്ണിനടിയിലൊക്കെ കുഞ്ഞു ഞരമ്പുകളുണ്ട്. അതുകൊണ്ട് ഒത്തിരി അടിയിലോട്ട് മാത്രം കയറിപ്പോകരുന്നു. പിന്നെ നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വരകളും പാടുകളും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുത്തങ്ങ് പോയാൽ മതി. അഥവാ ഇങ്ങനെ നെറ്റിയിൽ നന്നായിട്ട് വരകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ മസാജ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇങ്ങനെ മസാജ് കൊടുത്ത് ഇവിടെ ഇങ്ങനെ വലിച്ച് കേട്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇച്ചിരി ഒന്ന് വലിച്ച് പ്രസ് ചെയ്ത് അവിടെ ഒന്ന് നിർത്തുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. നെറ്റിയിലെ വരകളെല്ലാം മാറിക്കോളും. നമ്മുടെ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്താൽ മതി. ഒത്തിരി പേര് നെറ്റിയിലെ വര മാറിയെന്നും പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് കണ്ടോ, ഇങ്ങനത്തെ മസാജ് കൊടുക്കുക കേട്ടോ. വരയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ഫുള്ളൊന്ന് മസാജ് കൊടുക്കുക. അതായത് മൊത്തത്തിലൊന്നൊരു മസാജ്. കവളയിലായിരിക്കില്ല എല്ലാവരുടെയും പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊന്ന്. പിന്നെ ചുണ്ടായി കൂട്ടി തേക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. നല്ല തേങ്ങാമെന്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഓയിലുമാണ് നമ്മുടെ ഓയിലിൻ്റെ ബേസ്. പിന്നെ 10 സൂപ്പർ ഇൻഗ്രീഡിയൻസ് ആണ്, ആയുർവേദിക് പ്രോഡക്റ്റ്സ് ആണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മുടെ ചുണ്ടയിലും തേച്ച് കൊടുക്കാം. തേച്ചപ്പോൾ തന്നെ വന്ന വ്യത്യാസം കണ്ടോ, ലിപ്സ്റ്റിക് ഇട്ട പോലെയാകും നമ്മുടെ ചുണ്ട്. വരവരെല്ലാം ചുണ്ടയിലേ പോകും. പ്രത്യേകിച്ച് ഈ സീസണിൽ നമ്മുടെ ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടയിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കഴുത്തേൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഓയിൽ ഇരിക്കുക കണ്ടോ, ഇപ്പോഴും ഉണ്ട്. അത് മതി. പക്ഷേ എൻ്റെ കയ്യിൽ ശകലം കൂടെ ഉള്ളതും കൊണ്ട് ഞാനൊരു നല്ല ഇതായിക്കോട്ടെ എന്ന് കരുതി ഒരു 2-3 തുള്ളിയും കൂടെ കഴുത്തേലോട്ടൊന്ന് തേച്ച് കണ്ടോ. കഴുത്തേൽ നന്നായിട്ട് PCOD തൈറോയിഡ് ഒക്കെ ഉള്ളവരുടെ കഴുത്തേ നല്ല കറുപ്പ് കാണുമല്ലോ. അത് നമ്മുടെ ഓയിൽ തേച്ച് കൊടുത്ത് മസാജ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ചിലപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നും, കാരണം നമ്മുടെ വീഡിയോ ഒന്നും കാണാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഇങ്ങനെ ഓയിൽ ചോദിക്കുന്നവരാണല്ലോ ഇപ്പം കൂടുതലെന്ന്. പക്ഷേ അത് സന്തോഷമേ ഉള്ളൂ. എന്നാലും സോറി, ഇതിന് കുറേ തവണ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുള്ള, കണ്ടവർ ക്ഷമിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇങ്ങനെ നിങ്ങളൊക്കെ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ടല്ലോ, ശുഭയാണ്ട് അവരറിഞ്ഞ് അവർ പറഞ്ഞ് എന്നോ ശുഭയുടെ ഓയിൽ ഞങ്ങൾക്ക് ഓയിലിൻ്റെ കാര്യം അറിഞ്ഞത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ മസാജ്
ഇവിടെ താടിയുടെ ഇവിടെ ഒത്തിരി ഇങ്ങനെ സാഗ് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടില്ലേ. പിന്നെ നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മസാജ് ചെവിയുടെ ഇവിടെ വരെ കൊടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു മസാജ്. പിന്നെ നമ്മളെപ്പോഴും ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എനിക്കൊക്കെ അതേ നന്നായിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടോ ഒരു ഇതുണ്ട്. അത് മാറാൻ വേണ്ടി നമ്മൾ ചിരിക്കാതെ അതാ ഈ ഒരു മസാജ് ചെയ്യണേ. ചുണ്ടേ കൂട്ടി ചെയ്യാം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാം കേട്ടോ. അങ്ങനെ ഓയില് ഫുള്ളായിട്ട് ഓയില് തേച്ച് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിലേക്ക് ഇത് നല്ലപോലെ അബ്സോർബായിട്ട് ഓയിൽ നന്നായിട്ട് വലിഞ്ഞ പോലെ തോന്നും. അപ്പോൾ നമുക്ക് മിക്കവാറും ഞാൻ കുളിക്കുക ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഓയിൽ അല്ലാത്ത ഒരു സമയങ്ങളിൽ ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഞാൻ രാവിലെ എപ്പോഴും ഓയിലിടുന്നത്. ഞാൻ എന്നിട്ട് കുറച്ച് പയറുപൊടി പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ശക്കലം എടുത്തിട്ട് പാലൊന്നും ഞാൻ എടുക്കുന്നില്ല. കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് മുഖത്തൊന്ന് തേച്ച് കഴുകി മൂക്കിൻ്റെ സൈഡും എല്ലാം ഒന്ന് ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് കരുതി മൊത്തം ഒന്ന് കഴുകി അങ്ങ് ഇതാക്കുന്നേ ഉള്ളൂ. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് അല്ലാത്ത സമയങ്ങളിൽ സോപ്പ് തേക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. കുളിക്കുന്ന ടൈമിൽ നമുക്ക് സോപ്പ് തേച്ചല്ലേ പറ്റുള്ളൂ. സോപ്പ് തേക്കാതെ ഒത്തിരി മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മസൂർ ദാൽ, ചെറുപയർ പൊടി അങ്ങനെയൊക്കെ നമുക്ക് പൊടിച്ച് വെച്ചിട്ട് കൂട്ടി ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെയുള്ളവർ വേണമെങ്കിലൊന്ന് പറയുക, ഞാൻ അതിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ സോപ്പ് തേക്കാൻ സോറിയാസിസ് പോലൊക്കെ ഉള്ളവർക്ക് സോപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ ഈ പൊടി ഉപയോഗിച്ച് ബാത്തിങ് പൗഡറായിട്ട് നമുക്ക് കുളിക്കുമ്പോൾ തേക്കുന്ന പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അത് പറഞ്ഞു തരാം കേട്ടോ. വേണ്ടവർ കമൻ്റ് ഇടുക കേട്ടോ. പിന്നെ നമ്മുടെ കയ്യേലാണ് കൂടുതലും ഡ്രൈനെസ് ഉണ്ടാകുന്ന ഈ ഒരു ടൈമിൽ നമ്മുടെ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. മോയ്സ്ചറൈസറിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. പിന്നെ നമ്മുടെ ഓയിൽ മാത്രം മതി. ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ വിരലയിൽ നമ്മുടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കയ്യിലെ വരൾച്ചയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി, കറുത്ത പാടുകളൊക്കെ ഉണ്ട് മാറാൻ വേണ്ടി ഒക്കെ നല്ലതാകട്ടോ. നിങ്ങൾക്കിപ്പം വാങ്ങിച്ചവർക്ക് എന്തായാലും അത് മനസ്സിലായിട്ട് വീണ്ടും വാങ്ങിക്കുന്നുണ്ടല്ലോ. അറിയാൻ പാടില്ല അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം അനുഭവിക്കുന്നവർക്ക് കൂടുതൽ ഡ്രൈനെസ് കയ്യെ വരുക, മുഖത്തൊക്കെ ഇങ്ങനെ കറുത്തപാട്, കരിമംഗല്യം ഇതൊക്കെ മാറാനായിട്ട് ഈ ഓയില് സൂപ്പറാണ്. എല്ലാവരും വാട്സപ്പിൽ തേച്ച് നോക്കിയിട്ട് എന്നെ അങ്ങ് നല്ല ഇതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കയ്യെ ഞാൻ ഇത്രയും തേച്ച് കൊടുത്തിട്ടും ഇനിയും കുറച്ച് കയ്യേലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയില് ഈ പറയുന്ന പോലെ ഒരുപാട് വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഓയിലിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു. പിന്നെ ഇന്ന് രാവിലെ ഒരാൾ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഓയിലിനെ പറ്റി ഞാൻ മറന്നു കേട്ടോ. ഇനി വാട്സപ്പിൽ തന്നെ റിപ്ലൈ തരാവേ. അപ്പോൾ ഞാൻ ഓർത്തു നേരാണല്ലോ, അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലയോ, മറന്നുപോയി കേട്ടോ. ഞാൻ പറയാം കേട്ടോ. ഇനി ഞാൻ വീഡിയോയിൽ വരുമ്പോൾ പറയാം അതെന്താണെന്ന് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള മസാജൊക്കെ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണേലും ഒരു 1/4 മണിക്കൂർ ഇങ്ങനെ അങ്ങ് നടക്കാം. പക്ഷേ ഇപ്പം ഞാൻ ഹെന്ന തയ്യാറാക്കാൻ പോകും. അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാവേ. ഞാനിവിടെ ഫസ്റ്റ് എടുക്കുന്നത് നീലയമരിയുടെ പൗഡറാണ്. നീലയമരി പൗഡർ 2 സ്പൂൺ ഇട്ട് കൊടുക്കണേ. നീലയമരി കുറച്ച് കൂടുതൽ ഞാൻ എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ്. മൈലാഞ്ചിപ്പൊടിയും 1 സ്പൂണേ ഇടുന്നുള്ളൂ കേട്ടോ. 2 സ്പൂൺ നീലയമരിക്ക് 1 സ്പൂൺ ഹെന്ന പൗഡർ. ഇതിലേക്ക് നമ്മൾ ഇത് തേയില മാത്രമല്ല, നമ്മൾ കാപ്പിപ്പൊടിയും തേയിലയും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് കുറുകിയെടുത്ത വെള്ളമായത് കേട്ടോ. കണ്ടോ, ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് നല്ലപോലെ മിക്സ് ചെയ്യണേ. ഈ എടുക്കുന്ന വെള്ളം തേയില വെള്ളം മാത്രമല്ല, കാപ്പിപ്പൊടി, അതായത് 1 സ്പൂൺ നല്ല വലിയ 1 സ്പൂൺ കാപ്പിപ്പൊടിയും 1 സ്പൂൺ തേയിലയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുത്ത മിശ്രിതമാണ് ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരാവേ.
ഇത് കണ്ടോ, നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച്, ഇത് കണ്ടോ നല്ല ഒരു, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതൊരു ബ്ലാക്ക് കളറാകും കേട്ടോ. നീലയമരിയും ഹെന്ന പൗഡറും ഞാനിപ്പോൾ ഇവിടെ ഇതിന് 2 സ്പൂൺ നീലയമരിയും 1 സ്പൂൺ ഹെന്ന പൗഡറും എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ആ ഒരു മിശ്രിതം തേയിലവെള്ളം മാത്രമല്ല, കുറച്ച് കാപ്പിപ്പൊടി, അതായത് ഒരേ അളവിൽ കാപ്പിപ്പൊടിയും തേയിലയും എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് വറ്റിച്ച് കുറച്ച് നമുക്ക് ഇത് കുതിരാനായിട്ട്, ഇത് മിക്സ് ചെയ്യാനായിട്ട് മാത്രമായിട്ട് എടുക്കേണ്ട രീതിയിൽ വരുത്തിയിട്ട് ആ ഒരു മിശ്രിതമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്താ, ഞാനിപ്പോൾ ഈ ഫ്രണ്ട് വശത്താണ് എൻ്റെ ആവശ്യം. നമ്മുടെ ഈ ഫ്രണ്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ നര പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ബാക്കിലേക്കെങ്കിലും എനിക്ക് നരയില്ല, പുറയിലൊന്നുമില്ല. പക്ഷേ ഈ ഫ്രണ്ട് വശത്ത് എപ്പോഴും ഇങ്ങനെ നമ്മളൊരു 3-4 ദിവസത്തേക്കുള്ളിൽ നിൽക്കത്തില്ല കേട്ടോ, അത് ഉറപ്പ് പറയാം. പിന്നെ ഇത് ഫുള്ള് മുടിയെ തേച്ച് മുടിയിലെ നര മൊത്തം മാറ്റാവുന്ന ആരും കരുതരുത്. അതൊക്കെ വെറും ഇതാണ്. കാരണം ഡൈ തേച്ച് തുടങ്ങിയ മുടിയാണെങ്കിൽ ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾ തേച്ചാൽ ഒരിക്കലും അത് ഇതാകത്തില്ല. ഞാനത് എവിടെയും പറയാം. നമ്മൾ ഡൈ തേച്ച് തുടങ്ങിയ മുടിയാലാണെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ഹെന്നായോ നീലയമരിയോ നെല്ലിക്ക പൗഡറോ ഇതൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഡൈ തേക്കാത്ത മുടിയാൽ നമുക്ക് ഒരാഴ്ച 2 ആഴ്ച അതിൽ കൂടുതൽ നമുക്ക് നിൽക്കത്തില്ല. ഈ ഒരു കാര്യങ്ങളൊന്നും തേച്ചാൽ വീണ്ടും നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മുടെ മുടിക്ക് നല്ലതാ, നമ്മുടെ ഹെയറിന് നല്ലതാ, മുടി ഹെയർ ഒന്നാണ്, സ്കാൽപ്പിന് നല്ലതാ, എല്ലാത്തിനും നല്ലതാ. അപ്പോൾ നമുക്ക് ഇത് തേച്ച് കൊടുത്തുകൊണ്ടുള്ള ദോഷമൊന്നും വരുത്തുമില്ല. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ സിന്ദൂരമൊക്കെ തൊടുന്നിടത്താണ് എനിക്ക് കൂടുതലും ഇങ്ങനെ വരുന്നത് കേട്ടോ. നല്ല തണുപ്പാണ്. ഇത് ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തലേ ദിവസം തയ്യാറാക്കി വെക്കുവാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ എല്ലാം അങ്ങനെയാണ് എടുക്കാറുള്ളത്. ഇന്നിപ്പം എനിക്ക് എൻ്റെ മുഖം നോക്കിയപ്പോൾ ഈ സൈഡും എല്ലാം ഒരുപാട് ഇങ്ങനെ വെളുത്ത് വന്നിരിക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നുന്നു. അതായത് പുതിയതായിട്ട് വളർന്നു വരുന്ന മുടി ഈ ഒരു സൈഡ് ഇവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലും അപ്പം ഇതിനെ ഒന്ന് തൽക്കാലത്തേന് മറിച്ച് നിൽക്കാൻ. പക്ഷെ നല്ല തണുപ്പാകട്ടോ. നീലയമരി അല്ലേ, നീലയമരി മുടിയെ കറുപ്പിക്കാനായിട്ട് നല്ലതാകട്ടോ. ചിലർ പറയും നീലയമരി അലർജിയാണ്, മുഖത്തെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് കടിച്ച പോലൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിത് നല്ല നീലയമരി, ഒത്തിരി കെമിക്കലൊന്നും അടങ്ങാത്ത നീലയമരി തരാൻ പറഞ്ഞാൽ മതി. അങ്ങാടിക്കടയിൽ അതൊക്കെ വാങ്ങിക്കുക കേട്ടോ. അപ്പം അതാണ് നല്ലത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കാര്യം അങ്ങ് നോക്കിയിട്ട് ബാക്കി കിച്ചണിലോട്ടും ഒക്കെ അങ്ങ് കയറുവാണെങ്കിൽ നമുക്കൊരു നമുക്കൊരു ആശ്വാസം ഉണ്ടല്ലേ. ഇനി നമ്മളെ തന്നെ നോക്കുക, അല്ലാതെ നമ്മുടെ കാര്യം നോക്കാനായിട്ട് ആരും വരത്തില്ല. വരുമോ? അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച ജീവിതത്തിൽ പോവുക. ഞാനിങ്ങനെ സ്കാൽപ്പിലേക്കൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. ഈ ഒരു ഭാഗത്ത് ബാക്കി പുറകോട്ടുള്ള പോർഷനൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ്, നല്ലൊരു സുഖമാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഒരുപാട് ബാക്കി മിച്ചമുള്ളതൊക്കെ ഞാനിങ്ങനെ മുടിയിലോട്ടൊക്കെ ചുമ്മാ വെറുതെ അങ്ങ് തേച്ച് കൊടുക്കും, കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഞാനിനി ഇത് വാഷ് ചെയ്തത് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. അതായത് ഞാനിനി ഒരു 2 മണിക്കൂർ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് വീഡിയോ വരുമല്ലോ, ആ വീഡിയോയിലോ അല്ലെ ലൈവ് വരും വൈകിട്ട്, അപ്പോൾ നിങ്ങളെ മുടി കാണിച്ചു തരാം. ഞാൻ 2 മണിക്കൂർ ഇനി ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ചുകൊണ്ട് അങ്ങ് നടക്കും, അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിനി കുളിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ വാഷ് ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ. നമ്മുടെ മുഖത്ത് ഓയിലൊക്കെ തേച്ച് വെച്ചിരിക്കുക. ഇനി ഇത് ഫുള്ളോടെ ഞാനിങ്ങനെ പിടിച്ചങ്ങ് കെട്ടി അങ്ങ് വെക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോ, ഇനി വേറെ വീഡിയോ വരും, ലൈവ് വരും വൈകിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊക്കെ നര ഉണ്ടായിരുന്നു, ഇവിടെ ഈ സൈഡ് നര ഉണ്ടായിരുന്നു, ഈ സൈഡ് നര ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ നര ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് യാതൊരു ദോഷവും ഇല്ലാത്ത നാച്ചുറൽ ഡൈ ആണ്, അറിയാമല്ലോ. 2 സ്പൂൺ നീലയമരി, 1 സ്പൂൺ ഹെന്ന, ഇത് മാത്രമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതെടുത്തോ, നെല്ലിക്കാപ്പൊടി. ഇപ്പം ഞാനത് നോക്കി കേട്ടോ, നെല്ലിക്കാപ്പൊടിയും കൂടെ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല തണുപ്പാണ് മുടിയെ സ്കാൽപ്പിനെ നല്ല ക്ലിയർ ആക്കും, ഒത്തിരി ഗുണമുള്ള സാധനമാണ് നെല്ലിക്കാപ്പൊടി. അപ്പോൾ ഇപ്പോൾ എൻ്റെ നെല്ലിക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെല്ലിക്കാപ്പൊടി. നിങ്ങളുടെ നെല്ലിക്കാപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടോണം. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം മുടിയിൽ ഇപ്പം ഡൈ
തുടർച്ചയായിട്ട് ഡൈ തേച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഡൈ തേച്ച് മാത്രമാണ് നമ്മുടെ വെളുപ്പിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഇടയ്ക്കൊക്കെ മുടിക്ക് നല്ല സ്കാൽപ്പിന് നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് ഇത് തേച്ച് കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ വെളുപ്പ് വരത്തില്ല. എൻ്റെ പിറ്റേ ദിവസം തന്നെ ഉള്ള ഡൈ അടിച്ച് വെച്ചേക്കുന്നതും അത് ഫുൾ അങ്ങ് പോയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ കെമിക്കൽ ഡൈ ചെയ്യേണ്ടി വരും. എങ്കിലും കുഴപ്പമില്ല, മുടിക്കും സ്കാൽപ്പിനും ഒക്കെ ഒരു തണുപ്പും കാര്യങ്ങളും തലവേദന മൈഗ്രെയിനൊക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ ഫുള്ള് ഹെന്ന കുഴക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ മോളെ. 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലെ നിങ്ങൾക്ക് ഞാൻ എന്താണോ ചെയ്യുന്നത് കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നത്. നമുക്ക് ഒളിവും മറവും ഒന്നുമില്ല, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയുന്ന ചാനലാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് പേര് വന്ന് ഈ ഓയിലിൻ്റെ കാര്യം മോളെ നിന്നെ ദൈവം അനുഗ്രഹിക്കും, മോളെ നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അനിയത്തിമാരുണ്ട്, ഹോസ്റ്റലിൽ പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട്. ഒരു ചേച്ചി ഞങ്ങൾക്ക് വേറൊന്നും ചേച്ചിക്ക് തരാനില്ല, ചേച്ചിയെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്ന കുറേ പിള്ളേരുണ്ട്. ഓയിൽ തേച്ചിട്ട് ഒത്തിരി സന്തോഷം. അത് മാത്രം മതി എനിക്ക് ജീവിതത്തിൽ. എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇത്രയും സ്നേഹിച്ചു ഇത്രയും പൊക്കിയും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരുടെ അടുത്തും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അപ്പോൾ ഈ രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വരാം കേട്ടോ. ബൈ.